3 ദിവസം വരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ട് അവന്റെ ബ്ലാഡിൽ അതില്ല, വയറ്റിനകത്തില്ല. ആ എന്റെ മോനെ ഈ മരിക്കുന്ന സമയത്തെങ്കിലും കുറച്ച് ഒരു തുള്ളി വെള്ളം വായിക്കാത്ത കൊടുക്കാത്തുണ്ട്. വെറും എസ്എഫ്ഐയുടെ അനുഭാവിയല്ല, എസ്എഫ്ഐ പ്രവർത്തകരല്ല, എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി, പിന്നെ അതിന്റെ പ്രസിഡന്റോ അവർ ഭാരവാഹികൾ കൂടെയാണ് ഇത് ആദ്യം സസ്പെൻഷനിലായിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, അതല്ല നീ പെട്ടെന്ന് വാ. പിന്നെ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ തുടർച്ചയായി ഭീകരമർദ്ദനം. ഇവരൊക്കെ മനുഷ്യരല്ലേ? ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം? റൂംമേറ്റ്സിന്റെയും സീനിയർ വിദ്യാർത്ഥികളുടെയും റാഗിങ്ങിനിരയായി മരിച്ച വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ അച്ഛൻ നെടുമങ്ങാട് കുറക്കോട് സ്വദേശി ജയപ്രകാശ് വീട്ടിലെത്തിയ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെയും മറ്റ് വിദ്യാർത്ഥി നേതാക്കളുടെയും മുന്നിൽ നിറകണ്ണുകളോടെ ചോദിച്ചു. ഏതായാലും ഒരു 3 ദിവസം വരെ ഒരു കുട്ടിയെ ഒരു റൂമിനകത്തിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് ആകാരം അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനുഷ്യരില്ലേ? ഏത് പാർട്ടിയിലോ നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളെ പ്രവർത്തിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഒരു മനുഷ്യരില്ലേ? 3 ദിവസം വരെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ട് അവൻ്റെ ബ്ലാഡിൽ അതില്ല, വയറ്റിനകത്തില്ല. ഞാൻ അവിടെ നിന്ന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയില്ലേ ജീവിക്കുന്നത്. ഇവർക്ക് കുറച്ച് ആഹാരം കൊടുത്ത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഇവർക്ക് ആഹാരം ആദ്യം കൊടുക്കണം, ഇവർ പടത്ത് നോക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ 10-15 ദിവസം മുതൽ അവിടെ ജീവിക്കുന്നത്. ആ എൻ്റെ മോനെ ഈ മരിക്കുന്ന സമയത്തെങ്കിലും കുറച്ച് ഒരു തുള്ളി വെള്ളം വായിക്കാത്ത വെച്ച് കൊടുക്കാത്തുണ്ട്. ദുഷ്ടന്മാർ മരിക്കുന്ന സമയത്ത് 3 ദിവസം വരെ തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞു. ആ ഇടി കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ആദ്യം വായിച്ചു, 2 പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേ എടുത്തങ്ങ് കളഞ്ഞു. 2 പാരഗ്രാഫ് തുടങ്ങിയത് ഞാൻ എടുത്ത് വലിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കുക, ഇവിടുന്ന് കിട്ടുന്ന എല്ലാത്തിനും കാണുന്നു റിപ്പോർട്ട്. 18-ാം തീയതി സംഭവം നടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അളിയൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു, എടാ സിദ്ധു എന്നാണ് നമ്മൾ വിളിക്കുന്നത്, സിദ്ധുവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. എന്നോട് ആദ്യം പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റി, നീ പെട്ടെന്ന് പോകും. അപ്പം ഞാൻ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്, കുഴപ്പമില്ല എന്നെങ്കിൽ ഞാൻ നാളെ നോക്കട്ടെ, ഇത് മാത്രമേ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, അതല്ല നീ പെട്ടെന്ന് പോകും. പിന്നെ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ SFI ആണ് ചെയ്തതെന്നുള്ള ആരോപണമല്ല ആദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ ഇത് ചെയ്തത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, അവിടുത്തെ വലിയ ഭാരവാഹികളുണ്ട്. വെറും SFIയുടെ അനുഭാവിയല്ല, SFI പ്രവർത്തകരല്ല, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, പിന്നെ അതിൻ്റെ പ്രസിഡന്റോ അവർ ഭാരവാഹികളും കൂടെയാണ് ഇത് ആദ്യം സസ്പെൻഷനിലായിരിക്കുന്നത്. ഈ സസ്പെൻഷൻ ലിസ്റ്റ് നമ്മൾ കൊടുത്തത് ഞാനല്ല കൊടുത്തത്, എൻ്റെ കുടുംബമല്ല കൊടുത്തത്, കോളേജ് അവരുമല്ല കൊടുത്തത്, ആൻറ്റി റാഗിങ് ബോർഡാണ് കൊടുത്തത്. പോലീസിനോട് ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പോലീസ് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, അന്വേഷണത്തിൽ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. അവർ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അല്ല വേറെ ഒരു ആരോപണമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമായിരിക്കും വരാൻ പറ്റാം. ഇന്നലെ 6 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഈ 6 പേര്, ഈ 12 പേരിലുള്ള ആരും ഇന്നലെ ഇല്ലായിരുന്നു. 6 പേര്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്റെ മകനെ SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തതും. SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും SFIയിൽ ചേർന്നു. അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റിവരഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു. കൊടിയ പീഡനത്തിന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ട് SFI നേതാക്കൾ തരിച്ചിരുന്നു. ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സീനിയർ വിദ്യാർത്ഥി സിഞ്ചോയാണ് പ്രധാന പ്രതി. ഇയാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണ്. പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിഞ്ചോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു. പ്രണയദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വെച്ചത് സിഞ്ചോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല. അടുത്ത ദിവസം ട്രെയിനിൽ വീട്ടിലേക്ക് പുറപ്പെട്ട മകനെ റൂംമേറ്റ് റെഹാനെ കൊണ്ട് മടക്കി വിളിപ്പിച്ചാണ് കൊടുംപാതകം ചെയ്തത്. മരണത്തെ തുടർന്ന് സെൻട്രൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഇടപെട്ട് സിഞ്ചോ ഉൾപ്പെടെ 12 പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവരിൽ ഒരാൾ പോലും പോലീസിന്റെ പ്രതിപട്ടികയിൽ ഇപ്പോൾ
തെളിവുകളില്ല. ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുകളുണ്ട്. കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജയപ്രകാശ് പറയുന്നു. ജയപ്രകാശിന്റെ വാക്കുകൾക്ക് മുന്നിൽ വിദ്യാർത്ഥി നേതാക്കൾ ഉത്തരം മുട്ടിയിരിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. സമാശ്വസിപ്പിക്കാനെത്തിയ SFI സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.